എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. ഈ ജിൻഡു ഇത് എങ്ങോട്ട് പോവാ? ഇനി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത്തള പിത്തള തവളാച്ചി ചുക്കുമരിക്കണ സ്റ്റാച്ചു. അത്തള പിത്തള തവളാച്ചി സ്റ്റാച്ചു. Statue! Atala, Betala, Tavlachi statue! ഞാൻ ഇയാളെ ഇപ്പൊ കാല് മടക്കി തൊഴിച്ച് ശരിയാക്കി തരാം. കുറെ നേരമായി ഇയാള് തുടങ്ങിയിട്ട്. Atala, Betala, Tavlachi, Chukumerikan statue! Atala, Betala, Tavlachi, Chukumerikan statue! ഈ കാണുന്ന മനുഷ്യൻ ആരാണ്? ഇവൻ മനുഷ്യനാണോ അതോ ഏലിയനാണോ? ആ കാര്യം ആർക്കും അറിയില്ല. അത്തളപുത്തള തവളാച്ചി എന്ന് പറഞ്ഞ് അവൻ കണ്ണിൽ കണ്ടവരെല്ലാം സ്റ്റാച്ചു ആക്കി മാറ്റുകയാണ്. വരൂ, നിങ്ങൾക്ക് വീണ്ടും ഒരു ക്ലിയർ പിക്ചർ നൽകാം. സ്റ്റാച്ചുമാന്റെ അട്ടഹാസങ്ങൾ. മാഡ് മാക്സ് ഇപ്പോ സന്തോഷത്തിലാണ്, വളരെയധികം സന്തോഷത്തിലാണ്. ബോസ്, അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ ചെന്നിട്ട് പാർട്ടിക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തേക്കാം. എന്തിനാടാ പാർട്ടി? ബോസേ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് സന്തോഷിക്കുന്നത് വെരി വെരി ഗ്ലാഡ് വല്ലപ്പോഴും ഒക്കെ അല്ലേ ആകുന്നുള്ളൂ. പിന്നെ നിങ്ങൾ വളരെ വളരെ സന്തോഷത്തിലല്ലേ, അതുകൊണ്ട് പാർട്ടി ഡാൻസ് ഒക്കെ ഒന്ന് ആഘോഷിച്ചല്ലേ പറ്റൂ. പാർട്ടി നടക്കും, പക്ഷെ അത് എപ്പോഴാണെന്നറിയോ? അതിന് ഞാൻ പറഞ്ഞ റോബോട്ട് എന്റെ കയ്യിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. നീ ചെല്ല, എന്നിട്ട് ആ സ്റ്റാച്യു മെനുമായി കൂട്ടുകൂടാ. അതിനുശേഷം ആ പ്രേം സഹായിയുടെ റോബോട്ടിനെ സ്റ്റാച്യു ആക്കി മാറ്റിയിട്ട് ഇങ്ങോട്ട് എടുത്തോണ്ട് വരൂ. ചെല്ലോ, പോടാ. നിങ്ങൾ ജീനിയസ് ആണ് ബോസ്, സൂപ്പർ ഡ്യൂപ്പർ ജീനിയസ്. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. അങ്കിൾ, ഈ കാട് സർക്കാരിന്റെയാ. ഇവിടെ ഇങ്ങനെ മരം മുറിക്കാൻ പെർമിഷൻ ഒന്നുമില്ല. പെർമിഷനൊന്നും വേണ്ടല്ലോ, ഞങ്ങൾ അതൊന്നും ഇല്ലാതെ തന്നെ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ ചെറുക്ക? അങ്കിളെ, നിങ്ങൾ ഇങ്ങനെ എല്ലാ കാടുകളും വെട്ടി മുറിച്ചു കളഞ്ഞ ഇവിടെയുള്ള മൃഗങ്ങളൊക്കെ എവിടെ പോയി താമസിക്കും? നീ ആരാടാ മൃഗങ്ങളുടെയൊക്കെ രാജാവ്? പിടിക്കടാവനെ. ഇവനിതെങ്ങനെയാ ചെയ്തത്? പിടിക്കവന്. ഇപ്പൊ പോട്ടെ. മാഗ്നറ്റിക് പോൾ ഓൺ. മാഗ്നറ്റിക് പോൾ ഓൺ. എന്തൊക്കെയായി സംഭവിക്കുന്നത്? ഇടിക്കവനെ. ഈ പീക്കിരി ചെറുക്കന്റെ മുന്നിൽ തോൽവി സമ്മതിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇനിയെങ്കിലും ഞാൻ പൊക്കോട്ടെ. ജിൻഡു, അവരൊക്കെ കാട്ടിൽ കയറി ഒളിച്ചു. അവരൊക്കെ വേഗം എവിടെയാ ഒളിച്ചെന്നുള്ള കണ്ടുപിടിക്കേ. ഇതെന്താ? അവര് കുറച്ച് മരങ്ങളെ മുറിക്കാറുള്ളായിരുന്നു. നീ ഈ കാട് മുഴുവൻ അപ്രത്യക്ഷമാക്കിയല്ലോ. ജിൻഡു, എല്ലാം പഴയ പോലെ ആക്ക്. അവരെ ഞാൻ കണ്ടു കഴിഞ്ഞു. ദേ നോക്ക്. ഇവൻ ഏതോ മാന്ത്രികനാണല്ലോ. ഞങ്ങളോട് ക്ഷമിക്കൂ, ഞങ്ങളോട് ക്ഷമിക്കൂ. ഇനി ഞങ്ങൾ ഈ കാട്ടിൽ നിന്നല്ല, ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് പോലും മരം മുറിക്കില്ല, സത്യമായിട്ടും. ശരി, എങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ സാധനമൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോ. വളരെയധികം നന്ദിയുണ്ട്. ഒരു പക്ഷേ എല്ലാ മനുഷ്യരും നിന്നെ പോലെ ഞങ്ങളെ പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ വരൂ, ഞാൻ നിങ്ങളെ എന്റെ വീട് കാണിച്ചു തരാം. കാട്ടിലെ മറ്റു മൃഗങ്ങളെ പരിചയപ്പെടുത്തിയും തരാം. ഇവരെയെല്ലാം പേടിച്ച് അവര് ദൂരെ ഒരിടത്ത് ഒളിച്ചിരിക്കുകയാണ്. വരൂ, അവരൊക്കെ കാണാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ.
അല്ല എന്റെ കുട്ടി മാന്ത്രിക, എന്റെ പൊൻ അത്ഭുത ബാല, നീ ആരാണെന്ന് ഒന്ന് പറഞ്ഞിട്ട് പോടാ. കാണുമ്പോ ഞാൻ ചിലപ്പോ ഒരു ചെറിയ പയ്യനായിരിക്കും. എന്റെ പേര് വീറെന്നാ. മുന്നു പഴയ ബംഗ്ലാവ് അടുത്തുള്ള മാവിൽ നിന്ന് മാങ്ങ പറിക്കാൻ പോയതാ. അപ്പൊ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഇവനെ അവിടുന്ന് ഓടിച്ചു വിട്ടു. എന്റെ മുത്തശ്ശി വന്നിട്ടുണ്ട്. മുത്തശ്ശിക്ക് നല്ല മധുരമുള്ള മാങ്ങ കൊടുക്കാനാണ് എന്റെ ആഗ്രഹം. പക്ഷേ അങ്കിൾ പറയാ ആ ട്രീ അങ്കിളിനെയാണ്. ആ ബംഗ്ലാവിലാരും താമസിക്കുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ അവിടെ ഒരു പുതിയ ആള് വന്നേ? കുറച്ചു ദിവസം മുന്നേ വന്നത്. ആ ബംഗ്ലാവ് അയാൾ വാങ്ങിയതാ. പക്ഷേ ആ മരം ബംഗ്ലാവിന്റെ പുറത്തല്ലേ? അപ്പൊ അതെങ്ങനെ അയാളുടെ മരമായി മാറുന്നേ? എല്ലാരും പറയുന്നത് ആ മനുഷ്യൻ കുട്ടികളൊന്നും അങ്ങോട്ട് കേറാൻ സമ്മതിക്കില്ലെന്നാ. ജിണ്ടു, ഇനി ആ മാവിൽ നിന്ന് മാങ്ങ എടുത്ത് മുന്നൂന് കൊടുക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പൊ ചെയ്യാലോ? അമ്മേ, ഇവിടെ ഉണ്ടായിരുന്ന മരം എവിടെ പോയി? ജിണ്ടു, നമ്മൾ ഇങ്ങനത്തെ മാജിക്കുകൾ കാണിക്കാൻ പാടില്ല. വേഗം ഈ മരം തിരിച്ചയക്ക്. ആൾക്കാർ എന്തെങ്കിലും ചോദിച്ചാ എന്താ പറയാ? ഞാനെന്തോ സ്വപ്നം കണ്ടതാണെന്ന് തോന്നുന്നു. ഈ മരം ഇവിടെ തന്നെ ഉണ്ടല്ലോ. ബണ്ടിക്ക് ആ മാങ്ങ പറിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കിരുന്ന് നോക്കാം. ഹായ്, അടിപൊളി. ഇത്തവണ വളരെ വലിയ മാങ്ങകളാണല്ലോ ഉണ്ടായിരിക്കുന്നേ. ഈ ഫെൻസ് ആരാ ഉണ്ടാക്കിയത്? അതുകൊണ്ടല്ലേ മരം അകത്തായി പോയത്. അതെ, ഈ മരം നേരത്തെ പുറത്തായിരുന്നല്ലോ. ഈ ഫെൻസ് ഞാൻ ഉണ്ടാക്കിയതാ. ഈ മരം എന്റേതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിലേ ഞാൻ ബട്ടർഫ്ലൈയെ നിങ്ങളുടെ 3 പേരുടെ നേരെ പറഞ്ഞു വിടും. മനസ്സിലായോ? ഈ മരം ഞങ്ങളുടേതാണ്. എല്ലാ വർഷവും ഞങ്ങൾ ഇതിന്ന് മാങ്ങ കഴിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഈ ബട്ടർഫ്ലൈനൊന്നും പേടിയില്ല. ബട്ടർഫ്ലൈയുടെ പേരും പറഞ്ഞ് പേടിപ്പിക്കുന്നോ? ഈ ബട്ടർഫ്ലൈനൊക്കെ പിടിച്ചിട്ടേ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഞെരുക്കി കൊല്ലും ഞാൻ. ഇല്ലി, എനിക്കിവിടെ നനങ്ങാൻ പോലും പറ്റുന്നില്ല. എന്റെ മെഷീൻസ് എല്ലാം ഇതിനകത്ത് ഫ്രീസ് ആയിരിക്ക. വേഗം ചെണ്ടുവിനെ വിളിക്കേ. ജിണ്ടു, ജിണ്ടു, നീ എവിടെയാ? വേഗം വരൂ. എന്ത് കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത്? വേഗം പറഞ്ഞോളൂ. നിന്റെ തത്തിനാതിന്തിന്നൊക്കെ ഒന്ന് നിർത്ത്. വീറിനെ ഒരു ഡസ്റ്റ്ബിൻ പിടിച്ചോണ്ട് പോയി. നീ വേഗം വീറിനെ രക്ഷിക്കേ. ഇപ്പൊ ശരിയാക്കി. നീ എന്തായി ചെയ്തത്? ഇവിടെ ബാഡ് സ്മെൽ വരുന്നു. ഇതെല്ലാം എടുത്ത് മാറ്റ് വേഗം. അയ്യോ, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ലല്ലോ ജിണ്ടു. വീര് ഏത് ഡസ്റ്റ്ബിനിലാന്ന് എനിക്കെങ്ങനെ അറിയാനാ? അതുകൊണ്ടാ ഞാൻ എല്ലാ ഡസ്റ്റ്ബിനും കൊണ്ടുവന്നേ. എന്നെ ഒന്നിനും കൊള്ളില്ലെന്നല്ല പറഞ്ഞേ. എന്നാ ഞാൻ പോവുക. ഞാൻ വീറിന്റെ ഓർഡർ മാത്രം അനുസരിക്കൂ. നിങ്ങൾ എന്റെ ബോസ് ഒന്നല്ല, വീറാണ് എന്റെ ബോസ്. അവൻ രക്ഷിക്കുന്നു പറഞ്ഞാൽ മാത്രമേ ഞാൻ അവനെ രക്ഷിക്കുകയുള്ളൂ. ഞാൻ പോവാ. ബൈ ബൈ. വേഗം വരൂ. ഒരു കഴുതയുടെ തൊഴിയുടെ ശക്തി എന്താണെന്ന് നിനക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാവടാ. ഇംലി, ചുൽബുൾ, താങ്ക്സ് എ ലോട്ട്.
താ. ഇമ്ലി നീ ചെല്ല്, ഞാനിവിടെ വീറിനെ സഹായിക്കാം. ഞാനിപ്പോ വരാം. വീർ, ടേക്ക് കെയർ.